ആ ജോലി തന്നെ ചെയ്തു. അവിടുന്ന് പള്ളിയിൽ കയറി പ്രവചന പുസ്തകം തുറന്ന് വായിച്ചപ്പോൾ ആളുകൾ അന്യോന്യം നോക്കി പറയുക, ഇവളുടെ അച്ഛന്റെ മകനല്ലേ, ഇവളുടെ അച്ഛന്റെ മകനല്ലേ. ഇവന്റെ വായിൽ നിന്നും ലാവണ്യ വാക്കുകൾ എങ്ങനെ വരും? അവിടെ ഏത് പ്രൊഫഷൻ ആയിരുന്നാലും, ഏത് മേഖലയിൽ നമുക്ക് ജോലി ചെയ്യുവാൻ ദൈവം അവസരം നൽകിയാലും സന്ദർഭങ്ങൾക്ക് അതീതമല്ല വിശുദ്ധി. ഏത് സന്ദർഭങ്ങളിലും എനിക്കും നിങ്ങൾക്കും വിശുദ്ധരായി ജീവിക്കാൻ കഴിയും. സാത്താൻ നിങ്ങളെ വഞ്ചിച്ച് കളയരുത്. സാന്ദർഭികമല്ല വിശുദ്ധി. ഏതു മണ്ഡലങ്ങളിലും വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്റെ രണ്ടാമത്തെ സഹോദരൻ ദുബൈയിലെ ജോലി ചെയ്യുന്ന 6 മാസം ജയിലിൽ കിടന്നു. ഒറ്റ കാര്യമാണ്, അദ്ദേഹം അക്കൗണ്ടന്റാണ്. പ്രത്യേക കാരണത്തിൽ അദ്ദേഹത്തിന്റെ ബോസ് പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിച്ചില്ല. അതിന് ഒരു കള്ളക്കേസിൽ കുടുങ്ങി 6 മാസം ചെക്ക് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് എന്റെ സഹോദരൻ സമ്മതിക്കാത്തത് കൊണ്ട് 6 മാസം അദ്ദേഹത്തെ ജയിലിലിട്ടു. ഞാൻ പറയട്ടെ, വിശുദ്ധരായി എവിടെയും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. സാന്ദർഭികമല്ല, ദൈവം അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നതാണ്. സെക്രയാവിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ: യുദ്ധത്തിനുള്ള കുതിരകളുടെ മണിമേൽ യഹോവയ്ക്ക് വിശുദ്ധം, ആലയത്തിലെ കലകളുടെ മേൽ യഹോവയ്ക്ക് വിശുദ്ധം, അടുക്കളയുടെ പാത്രങ്ങളുടെ മേൽ യഹോവയ്ക്ക് വിശുദ്ധം. ഞാൻ മനസ്സിലാക്കുന്നത് ഔട്ട്ഡോർ ഹോഴ്സ്, പുറത്ത് പണിയെടുക്കുന്ന കുതിരകൾ, പുറത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ യഹോവയ്ക്ക് വിശുദ്ധം. അവർക്ക് വിശുദ്ധരായി ജീവിക്കാനായിട്ട് കഴിയും. ആരാധനാലയത്തിൽ വരുമ്പോൾ ആരാധകർ വിശുദ്ധരായി ജീവിക്കാൻ കഴിയും. അടുക്കളയിലും നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിയും. വിശുദ്ധി എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് വിശുദ്ധി സാന്ദർഭികം അല്ല. 5-ാമതായിട്ട് സാത്താൻ കൊണ്ടുവരുന്ന റോങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി സ്വഭാവത്തിന് അനുസരണമാണ്. ഹലോ, ശ്രദ്ധിക്കണേ, സ്വഭാവത്തിന് അനുസരണമാണ്. നമ്മൾ പറയുമല്ലോ, ഇവൻ ഉപദേശിയായിട്ട് ജനിച്ചവനാണ്. ഒരു ദിവസം വീട്ടിൽ നമ്മൾ പറഞ്ഞു, പാസ്റ്ററെ ഇവൻ ഉപദേശിയുടെ സ്വഭാവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ പങ്കി കൂടി ഇങ്ങനെ പോവാനാ. അല്ല, ഇന്ന് അങ്ങനെ ഈ ലോകം പറയുന്നത്. ഈ ലോകത്തില് ഞാൻ ഇന്ന് ഇവിടെ യാത്ര ചെയ്യുമ്പം ഒരു മാഗസിന് എന്റെ സീനിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ, ഒരു സിനിമാ നടിയുമായിട്ട്. അപ്പം ആ പെൺകുട്ടി പറയുകയാണ്, I am born like sexy. ഞാൻ ജനിച്ചത് തന്നെ സെക്സി ആയിട്ട് ആണ്. അതുകൊണ്ട് എന്റെ ജീവിതം മുഴുവൻ എന്താണ്, കൂളായിട്ട്. ഇന്നത്തെ ഒരു ട്രെൻഡാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, വിശുദ്ധി ഈ അങ്ങനെ ഒരു സ്വഭാവത്തിന് അധീനരായിട്ട് ജനിക്കുന്നത്. അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. പറയാനുണ്ടോ, എന്റെ ഭാഷ എനിക്ക് ഈ കോപമൊന്നും മാറ്റാൻ പറ്റത്തില്ല, പുള്ളിക്കാരും അഡ്ജസ്റ്റ് ചെയ്തതിനും പോകാൻ. അപ്പൊ നമ്മൾ പറയാം, അങ്ങനെ സഹോദര അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഉപദേശന്മാര് കോംപ്രമൈസിന് വേണ്ടി ഒന്നും വിളിച്ചതല്ല. കോംപ്രമൈസിന്റെ ജോലി അവർക്കില്ല. അവരുടെ ജോലി വേറെയാ. ഞാനിത് പറയുന്നില്ല, പറയാൻ ഒരുപാട് ഉള്ളതുകൊണ്ട് ആ സമയത്താണ് പറയാം. ഈ കോംപ്രമൈസ് ചെയ്യിക്കാനുള്ള പരിപാടിയൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കോപിയായിട്ട് ജനിച്ചത്, സെക്സി ആയിട്ട് ജനിച്ചു, ചിലർ ഓരോ വീക്ക്നെസ്, അതൊക്കെ ആ ബോൺ സ്വഭാവത്തിന് ഒരു ഭാഗമാണ്. വേദപുസ്തകം പറഞ്ഞ അങ്ങനല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: പഴയതെല്ലാം എന്ത് ചെയ്തു, കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായിരിക്കുന്നു. എന്റെ ബൈബിൾ പറയുന്നത് ഒരുവൻ കർത്താവിലായാൽ അവൻ ഏതു സ്വഭാവത്തിന് അധീനരായി തീർന്നാലും അവൻ ഒറ്റ സ്വഭാവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്, അതേ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, വീട്ടിൽ വഴക്കുണ്ടാകുമ്പോ അച്ഛന്റെ സ്വഭാവം അതാണ്, അമ്മമ്മ സപ്പോർട്ട് ചെയ്യാൻ പോകല്ലോ. എന്താ ഞാൻ പുള്ളി അത് വെച്ചോണ്ടിരുന്നോട്ടാ, ഇല്ല. അച്ഛനായാലും അമ്മാമ്മയായാലും കൊച്ചുങ്ങളായാലും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് രൂപാന്തരപ്പെടുവാനും അതിനോട് സാമീപ്യം പ്രാപിക്കുവാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്.
രാത്രി വിളിച്ചു പറഞ്ഞെനിക്ക് യാതൊരു ശങ്കയുമില്ല. നമുക്ക് മാറാനായിട്ട് കഴിയണം. ക്രിസ്തുവിലായി തീർന്ന ഓരോ വ്യക്തിക്കും മാറ്റങ്ങൾ ആവശ്യമാണ്. നോ എക്സ്ക്യൂസ്. എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പാസ്റ്ററെ. ഇനി പാസ്റ്റർമാരും അങ്ങനെ പറയുന്നു, ആ സഹോദരന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് വിളിച്ച് സംസാരിച്ചാൽ മതി. സ്വഭാവമൊക്കെ അനുസരിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മള് ഈ പിന്നെ അതൊക്കെ ഡിപ്ലോമസിയുടെ ഭാഗമാണ്. ഒരു പാസ്റ്റർ പഠിക്കുന്നു പറഞ്ഞാൽ ഡിപ്ലോമസി ആയിട്ടുള്ള ശുശ്രൂഷയല്ല അദ്ദേഹത്തിന്. അങ്ങനെ ചെയ്യാൻ ഞങ്ങളോട് വളരെ കൽപ്പിക്കുന്നില്ല. അതല്ല ശുശ്രൂഷ. ഡിപ്ലോമസി എന്ന് പറയുന്നത് ആത്മീക ശുശ്രൂഷ ഇല്ലേ ഇല്ല. ഒരാളുടെ സ്വഭാവമൊക്കെ കണ്ട് അവനെ ആ സ്വഭാവത്തിൽ ആ അഴുക്ക് സ്വഭാവത്തെ മറച്ചു വെച്ച് അതിന് ആവശ്യമായ റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ കൊടുത്ത് അത് ഊട്ടി വളർത്തി അവനെ സഭയിൽ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഇതാ മിടുക്കന്മാരായ പാസ്റ്റർമാരെന്ന് നമ്മളൊക്കെ മുദ്ര കുത്തുന്ന പരിപാടികൾ. എനിക്ക് മിടുക്കനാകാൻ തീരെ താല്പര്യമില്ല. ഇവിടുത്തെ പാസ്റ്റർക്ക് അതിനേക്കാൾ താല്പര്യമില്ല. എനിക്കറിയാം മിടുക്കനായ യാതൊരു താല്പര്യമില്ല. പ്രിയപ്പെട്ടവര്, നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ള ഏക ഉദ്ദേശമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇനി അടുത്ത ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ വരുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് അവസരോചിതമായ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ, നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വിശുദ്ധരായി. ഒരു ദിവസം എന്റെ അടുത്ത് താമസിക്കുന്ന ഒരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, അപ്പൊ അദ്ദേഹമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൗൺസിലൊക്കെ ചെയ്യേണ്ട ആവശ്യം വന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ എവിടെ പോയി എനിക്ക് ഒരു താരം ഉണ്ടായിട്ട് തിരിച്ച് വീട്ടിൽ വരത്തുള്ളൂ, ഒരു അടി ഉണ്ടാകും. ഞാൻ മനസ്സിലായി ഷിപ്പ്യാർഡ് ജോലി ചെയ്യുന്ന, പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഒരു ദിവസം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് യാത്ര ചെയ്തപ്പോൾ ബസ്സിൽ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. അതെന്താന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ബസ് ഓൺ ടെസ്റ്റ് വെച്ച് പോകുമായിരുന്നു. അപ്പൊ കൈ കാണിച്ചു. സ്ഥിരം യാത്ര ചെയ്യുന്ന കസ്റ്റമറായിട്ട് അദ്ദേഹത്തെ മാത്രം കിട്ടി. അദ്ദേഹം മാത്രമേ ആ വണ്ടിക്കകത്ത്, ഈ ഓൺ ടെസ്റ്റ് വണ്ടിക്കകത്ത് കയറിയാൽ നമുക്ക് ഭയങ്കര വിശുദ്ധിയില്ല. നമ്മളിന്ന് തൊടണം, അന്നേരം നമുക്ക് വിശുദ്ധി അറിയാം. നമ്മുടെ കാര്യം ഇതിപ്പോ എല്ലാം തിരിക്കുകയല്ലോ, ഒന്ന് തൊടണം, എവിടെയെങ്കിലും കയറി നേരം അറിയാം. സാന്ദർഭികമല്ല വിശുദ്ധി എന്നുള്ളത്. ഏത് സന്ദർഭത്തിലും, ഏത് അവസരത്തിലും, ഏത് സന്ദർഭികമായിട്ടുള്ള പ്രതികൂല അനുഭവങ്ങളിലും നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിയണം. 3 ഉദാഹരണമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം. ഒന്ന് യോസഫ്, പറയുമ്പോഴേ അറിയാമെങ്കിലും അതിനകത്ത് വേറൊരു ഭാഗം കൂടിയുണ്ട്. ഈജിപ്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. അക്കാലങ്ങളിൽ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന്റെ കേന്ദ്രമായിരുന്നു. ഈജിപ്തിലെ ഭരണാധികാരികളായ ഭാര്യമാരുടെ കണ്ണ് അവിടെ അടിമകളിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് അടിമകളെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈജിപ്തിലെ ഭരണാധികാരികളായ ഭാര്യമാർ പോയി കണ്ട് ബോധ്യപ്പെട്ട ശേഷമേ അവർ അടിമകളെ വാങ്ങിച്ചു കൊണ്ടുവരത്തുള്ളൂ. കാരണം അവിടെ ജഡത്തിന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന അടിമകളെയാണ് അന്നത്തെ ഭരണാധികാരികളുടെ ഭാര്യമാർ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് യോസഫിന്റെ വീട്ടിലും ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമകളിൽ ഒരുവന്റെ മേൽ പോത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണ് പതിഞ്ഞു. അവിടെ അതിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ആ നാടിന്റെ നിയമം എന്നുള്ളത്. അതിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. സന്ദർഭമെല്ലാം അനുകൂലമായിരുന്നു. പക്ഷേ സാന്ദർഭികമായി വിശുദ്ധിയിൽ ജീവിക്കുന്ന ആളല്ലായിരുന്നു യോസഫ്. സന്ദർഭങ്ങൾ അനുകൂലമായി കൊള്ളട്ടെ, പ്രതികൂലമായി കൊള്ളട്ടെ, അവൻ സ്തോത്രം ഓടി, അവൻ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു. രാത്രി പ്രിയപ്പെട്ടവരെ, സന്ദർഭങ്ങൾ പ്രതികൂലമോ അനുകൂലവുമായി തീരാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സന്ദർഭങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കും. 2 ദാനിയേൽ. ബാബിലോണിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഈ സബ്ജക്ട് മൊത്തം കവർ ചെയ്യപ്പെടേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. ബാബിലോൺ എന്ന് പറയുന്നത് അതിഭക്ഷണവും മദ്യപാനവുമാണ് അവരുടെ ഏറ്റവും വലിയ ജീവിതശൈലി.